186 മാനേജിങ് സ്ട്രെസ്. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നലെ സ്ട്രെസ് എന്താണ്, സ്ട്രെസ് എങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്, അത് ഉണ്ടായാൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ല മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രവൃത്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെ സ്ട്രെസ്സിനെ കുറിച്ച് അളക്കാം. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന ഏത് സമയത്തും ഏത് കാലഘട്ടങ്ങളിലും മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രണ്ട് വാക്കുകളും കൂടെ നമ്മൾ സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വിഷാദം, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡിപ്രഷനുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങൾ ചെയ്യണമെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ്. ഇത് കൊച്ചു കുട്ടികൾ മുതൽ, ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ ഏത് സമയത്തും പറയുന്ന ഒരു വാക്കാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളോട് പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും, പരീക്ഷ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറയും, ജോലി എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ചൂട്, ഇപ്പം അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും സംഗതികൾ നടക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചത് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കാതെ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സാന്ന് പറയാറുണ്ട്. അപ്പം സ്ട്രെസ് എന്ന് പറയുന്ന വാക്ക് എല്ലാ സമയത്തും, അല്ലെങ്കിൽ ആ പദം നമ്മൾ എല്ലാ സമയങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് പലരും പല സന്ദർഭങ്ങളിൽ പല രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നതെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്ട്രെസ് അനുഭവിക്കാത്ത ആരും ലോകത്തുണ്ടാകില്ല. അപ്പോൾ സ്ട്രെസ് അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ എന്താണിതെന്ന് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓരോ സമയത്ത് ഓരോ രീതിയിലായിരിക്കും ആൾക്കാർ. ചില സമയത്ത് നമ്മൾ പറയും സ്ട്രെസ്സിൻ്റെ പ്രവർത്തിക്കുന്നത് ചിലപ്പം പല രീതിയിലായിരിക്കും ഓരോരുത്തരും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ശരീരം പ്രതികരിക്കുന്നത്. അപ്പം എന്ത് സംഗതികളും സിറ്റുവേഷനും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, സാഹചര്യങ്ങളെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ സാഹചര്യങ്ങളുള്ളപ്പോൾ ആ സാഹചര്യം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളിലുണ്ടാക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനം അൺഡിഫൈൻഡ് ആണ്. അത് മുൻകൂട്ടി തീരുമാനിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലല്ലാതെ ശരീരം ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുന്നത് എന്താണോ ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെ ചുറ്റുപാടുകൾ നമ്മുടെ നമ്മളിലുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ സാഹചര്യം നമ്മളിലുണ്ടാക്കുമ്പോൾ ആ സമ്മർദ്ദത്തിന് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു, അല്ലെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണത്തെയാണ് സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഈസ്റ്റേൺ ചിന്താഗതി, അതായത് ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ചിന്താഗതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലെവലിൽ നമ്മൾ ആധ്യാത്മിക തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പീസാണ്, ആന്തരികമായ സമാധാനത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് ഇല്ലാതിരിക്കുന്നത്. അത് ആന്തരികമായി സമ്മർദ്ദം ഇല്ലാതിരിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന് ഫിസിയോളജിക്കലായിട്ട് പറയും, ഒന്ന് ശാരീരികമായിട്ട് പറയും, അല്ലെങ്കിൽ ഒന്ന് ചുറ്റുപാടുകളിൽ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന പ്രതികരണത്തെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രതികരണത്തെ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതികരണത്തെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും. അതല്ല, ആന്തരികമായ നമുക്കുണ്ടാകുന്ന സമാധാനം, ആ സമാധാനം ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയും. ആ സമാധാനം ഇല്ലാത്തൊരവസ്ഥയെ ലാക്ക് ഓഫ് ഇന്നർ പീസ് എന്ന് വെച്ചാൽ ആന്തരികമായ സമാധാനമില്ലാത്ത അവസ്ഥയെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ സ്ട്രെസ് എന്ന് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം. ഒരു സാഹചര്യത്തിൽ ഒരേ സാഹചര്യം തന്നെ രണ്ട് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. ആ സാഹചര്യം ഒരാൾക്ക്, അതായത് ഒരു പ്രത്യേക സാഹചര്യം ഒരാൾക്ക് സ്ട്രെസ് ആയിരിക്കാം, അതേ സാഹചര്യം മറ്റേയാൾക്ക് സ്ട്രെസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് സ്ട്രെസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് സാഹചര്യം അനുസരിച്ച്, വ്യക്തി അനുസരിച്ചായിരിക്കും ഇത് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു കർഷകന് കൃഷി ഇറക്കുന്ന സമയത്ത് മഴ പെയ്താൽ അയാൾക്ക് സന്തോഷമായിരിക്കും, അത് സ്ട്രെസ്സായിരിക്കില്ല. അതേസമയം അതേ കർഷകൻ വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ്
കരയ്ക്ക് വെക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ അത് അയാളെ സംബന്ധിച്ച് സ്ട്രെസ്സാണ്. അപ്പോൾ ഒരേ സാഹചര്യം, രണ്ടും മഴയാണ്. അപ്പോൾ മഴ കൃഷി ഇറക്കുന്ന സമയത്ത് കർഷകന് സ്ട്രെസ്സായിരിക്കില്ല, അത് സന്തോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. അതേസമയം കൃഷി എടുക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതായത് സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ഒരേ സാഹചര്യം ഒരു വ്യക്തിയിൽ രണ്ട് സമയത്ത് രണ്ട് രീതിയിലാണ്. ഒരു സമയത്ത് സ്ട്രെസ് ആയിരിക്കും, ഒരു സമയത്ത് സ്ട്രെസ് ആയിരിക്കില്ല. അതേപോലെ തന്നെ ഇതേ സാഹചര്യം തന്നെ നമ്മളെടുക്കുക, രണ്ട് വ്യക്തികൾ. അപ്പം മഴ പെയ്യുന്നു, അപ്പോൾ കൃഷി ഇറക്കിയ കർഷകന് സന്തോഷവും കൃഷി എടുക്കുന്ന കർഷകന് സങ്കടവുമായി, സ്ട്രെസ്സായിരിക്കും. അപ്പം ഒരേ സാഹചര്യം ഒരു വ്യക്തിയിൽ രണ്ട് സമയത്ത് ആണെങ്കിൽ ചില സമയത്ത് സ്ട്രെസ്സായിരിക്കാം, ചില സമയത്ത് സ്ട്രെസ് ആയിരിക്കില്ല. അതേപോലെ ഒരേ സാഹചര്യം രണ്ട് പേരിലുണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്ട്രെസ് ആയിരിക്കും, ഒരാൾക്ക് സ്ട്രെസ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുമ്പം എല്ലാവർക്കും അത് കോമൺ ആയിട്ടാണ്. സ്ട്രെസ്സിനെ നിർവചിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണമെന്നില്ല. സ്ട്രെസ് നെഗറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ് എപ്പോഴും നെഗറ്റീവായിരിക്കണമെന്നില്ല. അപ്പം നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുക. നമ്മുടെ സ്ട്രെസ് കൂടിയിട്ട്, സമ്മർദ്ദം കൂടിയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ട്രെസ് നമുക്ക് നെഗറ്റീവാണ്. ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം. സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല. സ്ട്രെസ് ഉണ്ടെന്ന് വെച്ച് നമ്മളെ അത് ബാധിക്കുന്നേ ഇല്ല. ന്യൂ സ്ട്രെസ് എന്ന് പറയും. മറ്റേ യു സ്ട്രെസ്, EUSTRESS, ഇത് NEU, ന്യൂ സ്ട്രെസ്സും. ഒന്ന് യൂട്രസ്, അതായത് നെഗറ്റീവ് നമുക്ക് ബാധിക്കുന്ന നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഒന്നും സംഭവിക്കാത്ത സംഗതികൾ. പിന്നെ ഡിസ്ട്രെസ്, സാധാരണഗതിയിൽ സ്ട്രെസ്സിനെ നമ്മളെപ്പോഴും ഡിസ്ട്രെസ് എന്ന് പറയുന്ന, സ്ട്രെസ് നമുക്ക് സാഹചര്യങ്ങളനുസരിച്ച് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് അതിനൊരു പ്രതികരണം ഉണ്ടായിരിക്കണം. അതാണ് സാധാരണ ഡിസ്ട്രെസ് നമ്മൾ പറയുന്നത്. പിന്നെ ഹൈപ്പർ സ്ട്രെസ് ഉണ്ടാകും, ഹൈപ്പർ സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഒരു സ്ട്രെസ് കൂടുതൽ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സാഹചര്യത്തിൽ അനുഭവിക്കേണ്ടതിൽ കൂടുതൽ സ്ട്രെസ് ആയിരിക്കാം, ചില സമയത്ത് അനുഭവിക്കേണ്ടി കുറവ് ആയിരിക്കാം. അത് ഹൈപ്പർ സ്ട്രെസ്സും എന്ന് നമ്മൾ പറയും. അപ്പം സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുക? ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന പല രീതിയിലാണ്. ഒന്ന് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ശരീരത്തിന് ചേഞ്ചുകൾ ഉണ്ടാകാം. ആ ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചുകൾ ഏതൊക്കെയാണ്? റാപ്പിഡ് പൾസ് റേറ്റ്, നമ്മുടെ ഇടിപ്പുകൾ, പൾസ് കൂടുക. ആ പൾസ് കൂടുന്നത് നമുക്ക് ഒരു ഫിസിക്കൽ ചേഞ്ച് ആകാം. പിന്നെ ഇൻക്രീസ് പാൽപിറ്റേഷൻ ആകാം. നമ്മൾ വന്നിട്ട് തൊണ്ടയൊക്കെ വരണ്ടു പോവുക, അല്ലെങ്കിൽ ദാഹങ്ങൾ നമ്മൾ കൂടുക, അങ്ങനെയാക്കി ആയിരിക്കാം. ഹെഡേക്ക് ഉണ്ടാകാം. അതൊക്കെ ഫിസിക്കൽ ചേഞ്ചസ്. തലവേദന ഉണ്ടാകാം. സ്വെറ്റ്, വേർപ്പ് നമുക്കുണ്ടാകാം. പിന്നെ വയറിനൊക്കെ അബ്ഡോമിനൽ സ്ക്രാമ്പ്, വയറൊക്കെ പിടിച്ചു വലിക്കുന്ന പോലെ നമുക്ക് തോന്നാം. സ്ട്രെസ് കൂടിയിട്ട് നമുക്കുണ്ടാകാം. ബ്രീത്ത് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പം ഇത് കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാകുന്നു. ഹാർട്ട് റേറ്റ് കൂടാം, ഹൃദയമിടിപ്പുകൾ കൂടാം, പൾസ് റേറ്റുകൾ കൂടാം, നമ്മൾ വേർക്കാം, ശരീരം വിറയ്ക്കാം, നമ്മൾ ശരീരത്തിന് പെട്ടെന്ന് ചൂട് അനുഭവപ്പെടാം, തണുപ്പ് അനുഭവപ്പെടാം. അങ്ങനെയൊക്കെ വരുന്നത് ശാരീരികമായ ചേഞ്ചുകളാണ്. സൈക്കോളജിക്കൽ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം. ചിന്തകൾ ചിലപ്പോൾ മാറി മാറി നമുക്ക് വരാം, പല ചിന്തകൾ വരാം. സ്ട്രെസ് കൂടുമ്പോൾ എങ്ങനെയൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരാം. കൂടുതൽ നെഗറ്റീവ് ചിന്തയല്ല, ഫീലിംഗ് അപ്സെറ്റ്, പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആകുക, നമ്മൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത, നമ്മുടെ മനസ്സൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി അപ്സെറ്റ് ആകുക, ഒരു ഡിപ്രഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. അത് വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് മാനസികമായ ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. പിന്നെ ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് വരാം. ഇതൊക്കെ സാധാരണഗതിയിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഫിസിയോളജിക്കൽ ചേഞ്ച്, ഹാർട്ട് റേറ്റ് കൂടാം, പൾസ് റേറ്റ് കൂടാം, നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഷുഗറിൻ്റെ ലെവൽ കൂടാം, ഷുഗറിൻ്റെ ലെവൽ കുറയാം, വേർക്കാം, കോൾഡ്, ഭയങ്കര തണുപ്പ് ചിലപ്പോൾ ശരീരത്തിന് അനുഭവപ്പെടാം, ചിലപ്പോൾ പെട്ടെന്ന് ചൂട് അനുഭവപ്പെടാം, തലവേദന ഉണ്ടാക്കാം. ചില സമയത്ത് സ്ട്രെസ് കൂടിയിട്ട് വേണമെങ്കിൽ ബോധം കെട്ട് വരെ വീഴാം. അത് നമ്മൾ അൺകോൺഷ്യസ് ആകുന്ന സ്റ്റേജ് വരെ ഉണ്ടാകും. സൈക്കോളജിയിലാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അപ്സെറ്റ് ആകുക, നമുക്ക്
ഇന്നബിലിറ്റി ടു, നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നാൻ പറ്റുക, തിങ്കിങ് ഉണ്ടാകുക, ലോ ഇൻട്രസ്റ്റ് ഉണ്ടാകുക, ഡിപ്രഷൻ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വരും. എമോഷണൽ വൈകാരികമായ ഉത്കണ്ഠ ഉണ്ടാകുക, കുറ്റബോധം നമുക്ക് തോന്നുക, അതല്ലെങ്കിൽ സോഷ്യൽ ആൾക്കാരുമായിട്ട് ചേരാനായിട്ട് നമുക്ക് ഉള്ള വിഷം ഉണ്ടാകുക, പെട്ടെന്ന് കരച്ചിൽ വരിക, ചിലത് പൊട്ടിത്തെറിക്കുക, ചിലപ്പം ചില സമയത്ത് നമ്മൾ വിഷാദം മാത്രമല്ല ഉത്കണ്ഠ ഉണ്ടാകുക, എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി നമുക്കുണ്ടാകുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന എമോഷണൽ വൈകാരികമാണ്. ബിഹേവിയറിൽ എന്ന് വെച്ചാൽ നമുക്ക് ധാരാളം ഉണ്ടാകാം. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാം, സാധനങ്ങൾ വലിച്ചെറിയാം, നമ്മൾ ഓടാം, ചിലപ്പം പേടി നമുക്ക് തോന്നാം, ഫീലിംഗ് ഓഫ് ഫിയർ, ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഫോബിയാസ് നമുക്ക് തോന്നാം, സംസാരം നമുക്ക് വ്യത്യാസം വരാം, നമ്മൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയാം, ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാം. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ദേഷ്യമുണ്ടാകാം, പൊട്ടിത്തെറി ഉണ്ടാകാം, കരച്ചിലുണ്ടാകാം, നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് വരുമ്പോഴേ നമ്മൾ പാനിക് അറ്റാക്സുകൾ നമുക്കുണ്ടാകാം. ഇതൊക്കെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചുകളാണ്. അപ്പം എന്തൊക്കെയാണ് കാരണങ്ങൾ സ്ട്രെസ് ഉണ്ടാകാം? സ്ട്രെസ് ഉണ്ടാകാൻ കാരണങ്ങൾ എന്ന് ഫ്രസ്ട്രേഷൻ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു കാരണമാണ്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആലോചിച്ച് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. ഫ്രസ്ട്രേഷൻ ശരിക്കും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് ഓഫ് ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഏതൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചു, അത് ചെയ്യാൻ നമ്മൾ വരുമ്പോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെസ് ആകുന്നതാണ്. ആദ്യം നമ്മൾ പറയുന്നത് എപ്പോഴും ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ, അതിപ്പോൾ ഞാൻ ഒരു സിനിമയ്ക്ക് ഇറങ്ങാം, സിനിമയ്ക്ക് പോകാനായിട്ട് ഞാൻ റെഡിയാകും, പെട്ടെന്ന് പറയുകയാണ് നമ്മൾ ആരെങ്കിലും അച്ഛൻ വന്ന് പറയുകയാണ് നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് ഉടനെ തന്നെ നമുക്ക് സ്ട്രെസ്സായി. അല്ല നമ്മളൊരു കാര്യം തീരുമാനിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്, ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്, അപ്പം നമ്മൾ പറയാം അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് കയറി വരിക, അപ്പം നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് നമ്മൾ ഒരു ഡിന്നറിന് പോകാൻ തീരുമാനിച്ചു, ഡിന്നർ മാറ്റി വെച്ചു, അല്ലെ കല്യാണം മാറ്റി വെച്ചു, അപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അല്ലെ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് തീരുമാനിച്ചു, ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് തീരുമാനിച്ചു, പെട്ടെന്ന് നമുക്കറിയാം നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ടി എന്ന് പറയുക, അല്ലെ അത് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മളെ ജോലി കിട്ടുമെന്ന് നമുക്ക് ആഗ്രഹം വരും, നമ്മൾ നടക്കാതെ പോയി. നമ്മൾ എവിടെയെങ്കിലും പോകണം, പെട്ടെന്ന് ട്രെയിൻ ക്യാൻസലായി അല്ലെങ്കിൽ യാത്ര ക്യാൻസലായി, അപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം. ആ ഫ്രസ്ട്രേഷൻ എപ്പോഴും സ്ട്രെസ് ഉണ്ടാകാം. പിന്നെ നമുക്കുണ്ട് കോൺഫ്ലിക്റ്റുകളാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. കോൺഫ്ലിക്റ്റ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുത്തതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓർഗനൈസേഷനും ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മാനേജറിനും ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലും ഉണ്ടാകുക, അതൊക്കെ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് ആണ്. അഭിപ്രായ സമന്വയം ഇല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, അത് സ്ട്രെസ്സായി, അത് കോൺഫ്ലിക്റ്റ് സ്ട്രെസ് ഉണ്ട്. പിന്നെ പ്രഷറാണ്. ആവശ്യമില്ലാതെ നമുക്കുണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ പല രീതികളാണ്. അപ്പോൾ കുട്ടികളെ പാരൻസ് പഠിക്കാനായിട്ട് നിർബന്ധിക്കുക, അത് അവർക്ക് പ്രഷർ കൊടുക്കുന്ന സംഗതിയാണ്. പഠിക്കാൻ നിർബന്ധം ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി നമ്മുടെ ഓഫീസിലെ പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ തീരണമെന്ന് പറയാം. അപ്പം നമ്മൾ ലീഷർലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേക്ക് തീർത്താൽ മതി എന്ന് നമ്മളൊരു തീരുമാനമുണ്ട്. പെട്ടെന്ന് വന്നിട്ട് ഒരു 4 മണിക്ക് തീർക്കണം എന്ന് പറയാം. അപ്പം പ്രഷറായി. പിന്നെ കൂടുതൽ സംഗതി, ഞാൻ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സംഗതികൾ നമുക്ക് ജോലിയിലേക്ക് നമുക്ക് വരിക, അപ്പോൾ പ്രഷറായി. അപ്പോൾ ഈ പ്രഷർ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടും. അപ്പം ആദ്യത്തെ എന്ന് പറയുന്ന ഫ്രസ്ട്രേഷൻ, പിന്നെ ഉണ്ടാകുന്നത് കോൺഫ്ലിക്റ്റാണ്, പിന്നെ സ്ട്രെസ്സാണ്, പിന്നെ പ്രഷറാണ്, പിന്നെ ലൈഫ് ഈവൻസ്, ഏതെങ്കിലും കാര്യങ്ങൾ ലൈഫ് ഈവൻസ് നമുക്ക് ചെയ്ത് വരിക. മേ ബി നമ്മളെ ഒരു ഡൈവേഴ്സ് ആകാം, ജീവിതത്തിലുള്ള ഒരു ഡൈവേഴ്സ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളുടെ ബന്ധുക്കളുടെ ഒരു മരണമാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോണോ വല്ല എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ലോൺ നമുക്ക് കിട്ടാതെ വരിക, അല്ലെങ്കിൽ പെട്ടെന്നൊരു വിവാഹം നമ്മുടെ ജീവിതത്തിൽ വിവാഹമുണ്ടാകുക, പെട്ടെന്നൊരു കല്യാണമൊക്കെ വന്നു, മക്കളുടെ ഒരു കല്യാണമൊക്കെ തീരുമാനിക്കും, അപ്പം അച്ഛനും അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടാകാം. അപ്പോൾ ഇതൊരു ഈവൻസ് ആണ്. പിന്നെ ഡെയിലി ഹാസിൽസ് ആണ്. നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് പല കാരണങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. എക്സാമ്പിൾ, നമ്മൾ പെട്ടെന്നൊരു മഴ പെയ്തു,
നമ്മളെവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ മഴ പെയ്തു, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മഴയാകാം. ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കുമ്പോൾ റോഡിലൊരു ബ്ലോക്ക് ആകാം. ചിലപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ വണ്ടിക്ക് ഉണ്ടാകുന്നതായ എന്തെങ്കിലും കുഴപ്പങ്ങളാകാം. അപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ ഇറങ്ങി, നമ്മൾ പോകുന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അപ്പോൾ നമുക്ക് സ്ട്രെസ്സാകും. അത് ഡെയിലി ഹാസിൽസാണ്. നമ്മൾ അപ്രതീക്ഷിതമായി നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില മുറിവുകൾ, ചില വേദനകൾ, അതാകാം ഉണ്ടാകും. എന്തെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ നല്ല ആ റിലേഷൻ ബ്രേക്ക് ആകുക, അതല്ലെങ്കിൽ ആ വളരെ സ്നേഹത്തോടിരിക്കുന്ന ഒരാൾ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആയി പോവുക, അല്ലെങ്കിൽ തൊട്ട അയൽവക്കത്തുണ്ടാകുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവിടെ ഒരാൾ വീട് മാറിപ്പോവുക. അപ്പം എന്ത് സാഹചര്യങ്ങൾ വേണം, അതായത് നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബഹളമാകാം, അല്ല ഭർത്താവിനും പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ആകാം, അല്ല കുട്ടികളെ പഠിക്കാനായിട്ടുള്ള ഇതാകാം. അപ്പം എന്ത് കുട്ടികളും തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റ് ആകാം, അല്ല അച്ഛനും അമ്മയും പറയുന്ന കേൾക്കാത്ത കുട്ടികളാകാം. അപ്പം ദാറ്റ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഉണ്ടായാൽ ദാറ്റ് ഓൾസോ ലീഡ്സ് ടു സ്ട്രെസ്. പിന്നെ സോഷ്യൽ കണ്ടീഷൻസ്. നമ്മൾ സാമൂഹികമായി നമുക്ക് പലപ്പോഴും വ്യത്യാസങ്ങൾ, ഗ്ലോബലൈസേഷൻ ഉണ്ടാകാം, ഡിമോണിറ്റൈസേഷൻ. നമ്മളെ പെട്ടെന്നുണ്ടായിരുന്നു ഡിമോണിറ്റൈസേഷൻ, പെട്ടെന്ന് നമ്മൾ ഗവൺമെൻറ് നോട്ട് പിൻവലിച്ചു, നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബിസിനസ്സിനകത്തുണ്ടാകുന്ന സോഷ്യൽ കണ്ടീഷൻസ് നമ്മൾ വ്യത്യാസം വരിക. ആ സോഷ്യൽ കണ്ടീഷൻസ് നമ്മൾ വ്യത്യാസം, പുതിയ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, പുതിയ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, പുതിയൊരു റോഡ് വരിക. അപ്പോൾ സോഷ്യൽ സെറ്റപ്പ്, പെട്ടെന്നൊരു ഹൈവേ വരാമെന്ന് പറയും. അപ്പോൾ ഹൈവേ ഉണ്ടാകുന്ന പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം പോകുമോ, എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനെയുള്ള സോഷ്യൽ കണ്ടീഷൻ നമുക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാനായിട്ട് നമുക്ക് ചെയ്യാം. സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ അളക്കാം? അപ്പോൾ പല സൈക്കോളജിക്കൽ ടെസ്റ്റും നമുക്ക് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇത് കോൺഫ്ലിക്റ്റ് സാറിന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് പരീക്ഷയ്ക്ക് സാറിന് ചോദിക്കാറുള്ളതാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് ഒപ്പീനിയനാണ്, അഭിപ്രായ വ്യത്യാസമാണ് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുക. രണ്ട് വ്യക്തികൾ തമ്മിൽ, അപ്പം പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ആദ്യത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇൻഡിവിജ്വൽ വ്യക്തിക്കുണ്ടാകുന്ന ഈ വ്യക്തിക്കുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വിത്തിൻ ദ ഇൻഡിവിജ്വൽ, വിത്ത് ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ തന്നെ ഉള്ളത്, എനിക്ക് തന്നെ ഒരു കാര്യത്തിനകത്ത് രണ്ട് അഭിപ്രായം, അല്ല വേണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം. ഉദാഹരണത്തിന്, എനിക്ക് സിനിമയ്ക്ക് പോകണം. അപ്പം ഞാൻ ആലോചിക്കും, സിനിമയ്ക്ക് പോകണോ വേണ്ടയോ, സിനിമയ്ക്ക് ഇപ്പോൾ പോകണോ, നാളെ പരീക്ഷയാണ്, സിനിമയ്ക്ക് പോകണം. അപ്പം എൻ്റെ മനസ്സിനുള്ളിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അല്ലെങ്കിൽ രണ്ട് സിനിമ ഓടുന്നുണ്ട്, അതിലേത് കാണണം? ഞാൻ മലയാളം സിനിമ കാണണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണണം, മലയാളം സിനിമ കാണണം, ഹിന്ദി സിനിമ കാണണം, മലയാളം സിനിമ കാണണം, തമിഴ് സിനിമ കാണണം, അല്ല തമിഴ് കാണണം, ഹിന്ദി കാണണം. സോ എൻ്റെ അകത്ത് തന്നെ ഉള്ള വ്യത്യാസമാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്. ദാറ്റ് ഇസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽസ്. ആ ഒരുലേക്ക്. അപ്പോൾ അതൊരു പേഴ്സണൽ ഇതാണ്. അത് രണ്ട് തരത്തിലുള്ളതാണ് പേഴ്സണൽ. വിത്തിൻ ദ ഇൻഡിവിജ്വൽ, വിത്ത് ഇൻഡിവിജ്വൽസ്. രണ്ട് പേര്, ഞാൻ ഒന്ന് സിനിമയ്ക്ക് പോകാമെന്ന് പറയുന്നു, എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കൾ, ഞങ്ങൾ രണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഞാൻ തീരുമാനിച്ചു നമുക്ക് സിനിമയ്ക്ക് പോകാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, വേണ്ട, ഇന്ന് സിനിമയ്ക്ക് പോകണം, നമുക്ക് ഇന്ന് ഡിന്നറിന് പോകാം, ഹോട്ടലിൽ പോകാം, അല്ലെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാം. സോ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഇസ് കോൾഡ് വിത്ത് ഇൻഡിവിജ്വൽസ് ആണ്. ആദ്യത്തെ വിത്തിൻ ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്നത്, മറ്റേ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളത്, വിത്തിൻ ദ ഗ്രൂപ്പ്, വിത്ത് ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പ് തന്നെ, ഒരു പാർട്ടിയുടെ, സപ്പോസ് എക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ആ പാർട്ടിയുടെ ഗ്രൂപ്പിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക. ഗ്രൂപ്പിനകത്ത് തന്നെ അതിനകത്തുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ദാറ്റ് ഇസ് കോൾഡ് വിത്തിൻ ദ ഗ്രൂപ്പ്സ്. അടുത്ത വിത്ത് ഗ്രൂപ്പ്സ് ആണ്. രണ്ട് പാർട്ടികൾ, എക്സ് എന്നും വൈ എന്നും പറയുന്ന പാർട്ടിയുണ്ട്. ഈ എക്സും വൈയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതാണ് അടുത്ത ഒരു അഭിപ്രായ വ്യത്യാസം. വിത്തിൻ ദ ഗ്രൂപ്പും വിത്ത് ഗ്രൂപ്പ്സും ഇത് കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം. അപ്പം കോൺഫ്ലിക്ട്സ് ആദ്യത്തേത് വിത്ത് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്ട് ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്ട്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്ട് ഡിവൈഡ് ഇൻടു ടു. വ്യക്തിപരമായിട്ടുള്ളത് ഒന്ന്, ഒരു വ്യക്തിയെ മാത്രം സംഭവിക്കുന്നത്, രണ്ട് വ്യക്തികൾ തമ്മിൽ സംഭവിക്കും.
ഗ്രൂപ്പ് ആകുമ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെയുള്ളത് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ളത്. ദെൻ അടുത്തത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് 2 കാര്യങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആകുക, ഒരേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താൽ എന്നാലും ഒന്നുകൂടെ പറയാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് 2 വാച്ച് നമുക്ക് കൊണ്ട് തന്നിട്ട് പറയുന്നു, ഇതിൽ ഒരു വാച്ച് നിങ്ങൾ എടുക്കുക. 2 വാച്ചിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഏതെടുക്കും? ആ ഏതെടുത്താൽ ഒന്നെടുത്താൽ മറ്റേത് നഷ്ടപ്പെടും, ഇതെടുത്താൽ അത് നഷ്ടപ്പെടും, അതെടുത്താൽ ഇത് നഷ്ടപ്പെടും. അപ്പം ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റും. 2 things are equally important for you. You are supposed to select only one. 2 നമുക്ക് ഒരേപോലെ നമുക്ക് താല്പര്യമുള്ളതാണ്, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. ദിസ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. മലയാളത്തിൽ നമ്മൾ പറയുന്നു, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു. ഉത്തരത്തിലിരിക്കുന്ന ഞാൻ കൈപ്പൊക്കണം, കൈപ്പൊക്കിയ കക്ഷത്തിലുള്ളത് പോകും, എനിക്ക് ഇതും വേണം അതും വേണം. അപ്പം അപ്രോച്ച് കോൺഫ്ലിക്റ്റ് 2 കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അല്പം കുറവാണെങ്കിൽ നമുക്ക് പറ്റില്ല. 2 പേരും പോസിറ്റീവ് ആയിരിക്കണം, ഈക്വൽ ലെവലായിരിക്കണം. ആ ഈക്വൽ ലെവലാകുമ്പോൾ മാത്രമേ അപ്രോച്ച് ഇല്ല. കാരണം ഒരെണ്ണത്തിൽ കുറവാണെങ്കിൽ നമുക്ക് എളുപ്പം മറ്റേത് പോയി എടുക്കാം. This is called approach conflict. Next one is called avoidance conflict. 2 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ നമ്മളൊന്നും ചെയ്തേ പറ്റുള്ളൂ. You are 2 things you are not interested to do. You are not desire with the 2 things, but you are forced to do one. 2 നിങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ ഒരെണ്ണം ചെയ്തേ പറ്റുള്ളൂ. ആദ്യത്തെ കേസ് 2 നമുക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ നമുക്കൊന്നേ എടുക്കാമായിരുന്നു. ഇവിടെ 2 നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് അവോയ്ഡൻസ്. നമ്മൾ പറയുന്നത് ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് ഡീപ് സീ. കടൽ നമുക്ക് ഒരിടത്ത് ചെകുത്താനുണ്ട്, കടലിനെയും പേടിയാ, ചെകുത്താനെയും പേടിയാ, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുക. ഒരു ഓഫീസർ പറയാണ്, ഒന്നെങ്കിൽ നിങ്ങൾ നാളെ ഒരു പരീക്ഷ എടുക്കുക, നമുക്ക് പരീക്ഷ എഴുതാൻ താല്പര്യമില്ല. ഇതില്ല എങ്കിൽ നിങ്ങൾ നാളെ നൈറ്റ് ഡ്യൂട്ടി എടുക്കണം, നമുക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റിയല്ല, പക്ഷേ ഒന്ന് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം 1, 2 നമുക്ക് ഇഷ്ടമല്ല. ദാറ്റ്സ് കോൾഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്പം നമ്മളൊന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം നമുക്കുണ്ട്, പക്ഷെ അത് ചെയ്യുന്നതിൻ്റെ ഫലം എന്ന് പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. നമ്മൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിയിൽ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2 നമുക്കൊന്ന് ഇറക്കണം. നമ്മൾ ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കയ്പായിരിക്കും, പക്ഷെ അതിൻ്റെ തുപ്പണമെന്ന് വിചാരിച്ചാൽ അത് മധുരമായിരിക്കും. എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അഗ്രോഫോബിയ, മുകളിലെ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് എനിക്ക് പേടിയുണ്ട്. സിനിമ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ സിനിമ കൊണ്ട് ചെല്ലുമ്പോൾ ഡോറൊക്കെ അടയ്ക്കും. ഐസ്ക്രീം തിന്നണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഡോക്ടർ പറഞ്ഞ ഐസ്ക്രീം തിന്നാൽ അലർജി ഉണ്ടാകും. അപ്പം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ആ റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്കത് ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമുക്കൊരു കാര്യം നമുക്ക് സന്തോഷമായിരിക്കാം, പക്ഷേ അതിന് ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. ഉദാഹരണത്തിന് എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹമാണ്, പക്ഷെ ജോലി കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് എനിക്ക് ട്രാൻസ്ഫർ ആയി പോകും. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സാലറി കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ളത്. അപ്പം നമുക്ക് വേണോ വേണ്ടിയോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു കല്യാണം നടക്കുന്നു, മാരേജിന് പല രീതിയിലുണ്ടാവും, അതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. അപ്പം നല്ല ചീത്ത എല്ലാം കൂടെ വരിക. അപ്പം ചിലത് സ്വീകരിക്കാൻ, ചിലത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇത് വരും. അപ്പം ഒരു മൾട്ടിപ്പിളായിട്ട് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് വരിക. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് ഒന്ന് വേണമെന്നും വേണ്ടെന്നും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ, അതാണ് നമുക്ക് വരുന്നത് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണ്. കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. അഭിപ്രായ വ്യത്യാസം കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും. അത് ഏതൊക്കെ തരത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ആർ ദെയർ. വ്യത്യസ്തമായ കോൺഫ്ലിക്റ്റുകളുണ്ട്. ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ആണ്.
സെക്കൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ആണ്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു വ്യക്തിയിൽ മാത്രമുള്ള, ഒന്ന് രണ്ട് വ്യക്തികൾ തമ്മിലാണ് ആയിട്ടുള്ളത്. വിത്തിൻ ദ ഇൻഡിവിജ്വൽ, വിത്ത് ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിയിൽ മാത്രമുള്ളത്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത്. ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് വരിക, അത് ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് വരിക. ദെൻ രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. ഒരാൾ ചെയ്യണമെന്നും ഒരാൾ ചെയ്യേണ്ടതും പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾക്ക് ഇഷ്ടം, മറ്റേക്ക് വേറെ കാര്യം ഇഷ്ടം. അപ്പം രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് ഇൻഡിവിജ്വൽ വിത്തിൻ ദ ഇൻഡിവിജ്വൽസ്. ദെൻ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള, ഒന്ന് ഒരു ഗ്രൂപ്പിനകത്തുള്ളത്, ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എക്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് തന്നെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. മറ്റേത് രണ്ട് ഗ്രൂപ്പ്, എക്സും വൈയും എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം വിത്തിൻ ദ ഇൻഡിവിജ്വൽ, വിത്ത് ഇൻഡിവിജ്വൽസ്. അത് കൂടാതെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റും, അല്ലെ ചെയ്യാൻ പറ്റും. മറ്റേത് അവോയ്ഡൻസ്. രണ്ട് കാര്യവും നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ഒന്നാമത്തെ അപ്രോച്ച് അവോയ്ഡൻസ്, ഒന്ന് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ദെൻ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ്. പല കാര്യങ്ങൾ, ഇഷ്ടവും ഇഷ്ടപ്പെടാതിരിക്കുന്ന കാര്യങ്ങളും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. എങ്ങനെ നമുക്കത് അളക്കാം? ആദ്യത്തെ ഫിസിയോളജിക്കൽ ടെസ്റ്റുകളാണ് നടക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഫിസിയോളജി എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫിസിയോളജിക്കൽ ശരീരത്തിന് എന്തൊക്കെ ചെയ്യും. നമ്മൾ ബി പി കൂടുന്നുണ്ട്, നമുക്ക് ബി പി കൂടിയാൽ നമുക്ക് അളക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ കൂട്ടി നമുക്ക് നമുക്ക് അളക്കാൻ പറ്റും. നമുക്ക് ഷിവറിങ് ഒക്കെ ഉണ്ടാക്കാം, നമുക്ക് ഫിസിയോളജിക്കൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്ക് വളരെ എളുപ്പം വളരെ ചെയ്യാം. സയൻറ്റിഫിക്കായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യുകയും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അതിന് ചെയ്യുന്ന ഒരു കാര്യം ആദ്യം, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. ഫിസിയോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബി പി നമ്മൾ നോക്കുന്നുണ്ടാകാം, അല്ലെ ഇ സി ജി നോക്കുന്നുണ്ടാകാം, ഇ ജി നോക്കുന്നുണ്ടാകാം, പല സംഗതി. ഇതുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ ബ്ലഡിനകത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ ഹോർമോൺസ് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നത് ഫിസിയോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് തരാം. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ധാരാളം സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട് സ്ട്രെസ്സിനെ അളക്കാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ. അതായത് നമ്മൾ കുറേ ടെസ്റ്റുകൾ നമ്മുടെ സ്ട്രെസ്സിനെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൈക്കോളജിക്കലായിട്ട് ടെസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനകത്ത് സെൽഫ് റിപ്പോർട്ടാകാം, സെൽഫ് ഇൻവെൻട്രീസ് ആകാം, അങ്ങനെയൊക്കെ പല സംഗതികളാകാം. അപ്പോൾ ഇതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. എല്ലാ ടെസ്റ്റുകളും എല്ലാ ഇതും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ചില ടെസ്റ്റുകൾ ടൈം കൺസ്യൂമിങ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റുകളിലെ കുറച്ച് സമയങ്ങൾ എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പല ടെസ്റ്റുകളും നമുക്ക് നടത്താൻ പറ്റില്ല. പിന്നെ ഇയാൾ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു പേഴ്സൺ ആണോ, സ്ട്രെസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ള ഒരാളാണോ എന്നായിരിക്കും നമുക്ക് അളക്കാൻ വരിക. പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഇയാൾക്ക് എങ്ങനെ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും അളക്കാൻ പറ്റുക. അപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ദെൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് ഏതൊക്കെയാണ്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പോകാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, പെട്ടെന്നൊരു ക്രൗഡിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. ഇങ്ങനെയൊക്കെ കുറേ ചെക്ക് ലിസ്റ്റുകളുണ്ട്. ആ ചെക്ക് ലിസ്റ്റുകൾ വെച്ചിട്ട് സ്ട്രെസ് ഉണ്ടോ നമുക്ക് അളക്കാൻ പറ്റും. പിന്നെ ഇൻ്റർവ്യൂ ആണ്, ഒരാളെ വിളിച്ചിട്ട് മുഖാമുഖം നടത്തുക എന്ന് പറയും. അപ്പം മുഖാമുഖം നമ്മൾ അയാളെ വിളിച്ചിരുത്തി അയാളായിട്ട് ഇൻ്റർവ്യൂ നടത്തുക, ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇൻസിഡൻ്റ് ആയ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക, പെട്ടെന്ന് നിങ്ങൾക്ക് കൃഷി ഇറക്കിയിട്ട് നമുക്ക് മഴ പെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പരീക്ഷയെ നിങ്ങൾ എങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുക. അങ്ങനെ നമ്മൾ
ഇത് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആകുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് അതിന് അനുസരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. പക്ഷേ ആ ഇൻ്റർവ്യൂവിനകത്ത് സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ഡിപ്പെൻസ്, സിറ്റുവേഷൻ അനുസരിച്ചും വ്യക്തികളനുസരിച്ചുമാണ് നമുക്കത് ചെയ്യാനായിട്ട് എളുപ്പം. കാരണം അല്ലെങ്കിൽ പലപ്പോഴും ഈ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇൻ്റർവ്യൂവിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നടത്തുമ്പം ചില ചോദ്യങ്ങൾ ആ വ്യക്തിക്ക് ആവശ്യമില്ലാത്തതായിരിക്കാം. അത് തന്നെ ചിലപ്പോൾ ചോദിച്ച ചോദ്യത്തിന് അതേ സംഗതി തന്നെയായിരിക്കും പിന്നെ റിപ്പീറ്റേഷൻ നമുക്കുണ്ടാകാം. അപ്പം ഈ ഇൻ്റർവ്യൂ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. സാധാരണ രീതിയിൽ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആണ് കൂടുതൽ ചെയ്യുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിന് പ്രതികരിക്കുക? നമുക്ക് സ്ട്രെസ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് പ്രതികരണം ഉണ്ടാക്കുക? അല്ലെങ്കിൽ മോഡൽസ് ഓഫ് സ്ട്രെസ്സിൻ്റെ മോഡൽസ് എങ്ങനെയൊക്കെ ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ളത്? ഒരു സ്ട്രെസ് ഉണ്ടായാൽ പല തരത്തിലാണ് നമ്മൾ പ്രതികരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറഞ്ഞത്, ഓർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനിഷ്യലി നമ്മൾ ഒന്നെങ്കിൽ ഒരു സാഹചര്യം സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഓടിപ്പോവുക, അല്ലെങ്കിൽ ആ സാഹചര്യമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നേരിടുക. അപ്പം ഒരു സാഹചര്യമുണ്ട്, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്യുക, ഇടിച്ചു നിൽക്കുക, ഇതിനെ ഞാൻ നേരിടുക. എന്ത് വന്നാലും ഇത് സ്ട്രെസ്സാണെന്ന് എനിക്ക് മനസ്സിലായി, ഈ സ്ട്രെസ്സിനെ ഞാൻ നേരിടാനായിട്ട് തയ്യാറാകുക. അല്ലെങ്കിൽ ഇത് വരുമ്പോൾ നമ്മൾ ഒളിക്കുക. അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ അതിനെ നേരിട്ട് നമ്മളെ കാര്യങ്ങളെ നേരിടുക, അതല്ലെങ്കിൽ നമ്മൾ ഒളിക്കുക. അപ്പോൾ ഇതിന് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചുകൾ, അപ്പോൾ ഒരു ത്രട്ടണിങ് ഈവൻ്റ് നമുക്കുണ്ടായി, ഹൈപ്പോതലാമസ് അതിനെ പ്രതികരിച്ചു. ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ആ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഓർ എൻഡോക്രൈൻ ഗ്ലാൻസിനെ നമ്മൾ ബാധിക്കും, എൻഡോക്രൈൻ സിസ്റ്റത്തെ നമ്മൾ ബാധിക്കുന്നു. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് തലാമസുമായിട്ട് നമ്മൾ റിലേറ്റഡ് ആയിട്ട് വരുന്നു. തലാമസുമായിട്ട് വരുമ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ അതിൻ്റെ പ്രതികരണം വരുന്നു, ശരീരത്തിന് പ്രതികരണം വരുന്നു. ഇനിയിപ്പോൾ അത് നേരെ സിമ്പത്തറ്റിക് ഇതിലേക്ക് പോവുകയാണ്, നെർവ് സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിലുള്ള അഡ്രിനാലിൻ ഗ്ലാൻസ് അത് അഫക്റ്റ് ചെയ്യും. അഡ്രിനാലിൻ ഗ്ലാൻസ് അഫക്റ്റ് ചെയ്ത് ദെൻ യു റെസ്പോണ്ട് ടു ഇറ്റ്, നമ്മളതനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. ഇനി അതല്ല എൻഡോക്രൈൻ ഗ്ലാൻസിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വന്നു, മറ്റേ അഡ്രിനാലിൻ ഗ്ലാൻഡിലാണ് വരുന്നത്, ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് വരുന്നത്. ദെൻ ഇറ്റ് ഗോ ടു ദ സിസ്റ്റം, ദെൻ വിൽ ഗെറ്റ് ദ വിഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് ഐഡിയ ആണ് നമ്മൾ ആദ്യം ഇരിക്കുക. ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെസ്പോൺസ്, നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏത് എക്സ്പെരിമെൻ്റാണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മളിത് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ത്രട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അത് ഉടനെ നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് പോകുന്നു. അത് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിലേക്ക് പോകാം, അല്ലെ എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് പോകാം. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ശരീരത്തിൽ അഡ്രിനാലിൻ ഗ്ലാൻഡിലേക്ക് വരും, അഡ്രിനാലിൻ ഗ്ലാൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ പ്രഷർ, റാപ്പിഡ് ബ്രീത്തിങ് നമുക്ക് പ്രോബ്ലങ്ങൾ നമുക്കുണ്ടാക്കാം. അതല്ല പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒന്നുകിൽ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒഴിവായി പോകാം, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാം. ഇതാണ് സാധാരണഗതിയിൽ ഈ ഫ്ലൈറ്റ് റെസ്പോൺസിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോമാണ്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് വെച്ചാൽ ശരീരത്തിന് നമുക്കുണ്ടാകുന്ന പ്രതികരണമാണ്, അതിനകത്ത് ശരീരത്തിനകത്തുണ്ടാകുന്നത്. അപ്പോൾ ഈ മോഡലിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു. ആദ്യത്തേതിനകത്ത് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനകത്തൂടെ വന്ന് ഹൈപ്പോതലാമസിൽ വന്ന് അത് ഏത് സിസ്റ്റം സിമ്പത്തറ്റിക് ആണോ എൻഡോക്രൈൻ ഗ്ലാൻസിലേക്കാണ് പോകുന്നു.
ഒന്ന് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴി പോവുകയും അല്ലെങ്കിൽ അഡ്രിനാലിൻ ഗ്ലാൻഡ് വഴി പോയി നമുക്ക് പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ അഡാപ്റ്റേഷൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അത് ജനറൽ അഡാപ്റ്റേഷൻസിൻ്റെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യമായിട്ട് നമ്മുടെ ശരീരം എങ്ങനെ ചേരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ മോഡലിനകത്ത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പം നമ്മുടെ ശരീരം എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു, എങ്ങനെ അതിനെ ഉൾക്കൊള്ളും, എങ്ങനെയാണ് അതിന് നമ്മുടെ ശരീരവുമായിട്ട് ചേരുന്നത്. അപ്പം ആദ്യത്തെ ആണെങ്കിൽ മോഡലിനകത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്. ഒന്നെങ്കിൽ ആ സാഹചര്യം കൊണ്ട് ഇടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് ഓടി ഒളിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനറൽ അഡാപ്റ്റേഷൻസ് അല്ല, ബോഡി എങ്ങനെ നമ്മുടെ ഈ സാഹചര്യമായിട്ട് പ്രതികരിക്കുന്നു. അതിനകത്ത് 3 സ്റ്റേജസ് ആണുള്ളത്, 3 കമ്പോണൻസ് ആണ് ഇതിനോട്ടുള്ളത്. ആദ്യത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അലാം സ്റ്റേജ്. നമുക്കൊരു അലാം ഉണ്ടാകുക, ദേ വരുന്നു, ഒരു സ്ട്രെസ് വരുന്നുണ്ട്. ആ സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾ അതിനെ നേരിടണം. നമുക്കൊരു അലാം സ്റ്റേജ് കിട്ടി, ഒരു മണിയടി കിട്ടി, ഒരു മണിയടി, ദർ ഇസ് എ ബെൽ, ദർ ഇസ് എ ഇൻഫർമേഷൻ, അലാം കിട്ടുക, നമ്മൾ ഉണർത്തിക്കുക. യെസ്, there is a stress or there is a chance of a stress. ഒരു സ്ട്രെസ് വരാനുള്ള സാഹചര്യം ഉണ്ട്. നമ്മൾ അലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിന് ഉടനെ തന്നെ അലേർട്ടായി വരുന്നുണ്ട്, സ്ട്രെസ് വരുന്നുണ്ട്, നമ്മളതിനെ നേരിടണം. ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഇസ് കോൾഡ് അലാം സ്റ്റേജ്. ഇൻഫർമേഷൻ കിട്ടി, മഴ വരാൻ പോകുന്നു, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഗതി സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു. ദാറ്റ് ഇസ് അലാം സ്റ്റേജ്. ഈ അലാം സ്റ്റേജ് വരുന്ന ബോഡിയെല്ലാം ഒന്ന് ഉണർന്നു, എല്ലാം നമ്മൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി. ദെൻ ആദ്യത്തെ ഇറ്റ്സ് കോൾഡ് ദ ഡിനയലാണ് നമ്മൾ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജനറൽ അഡാപ്റ്റേഷൻ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. ഇൻഫർമേഷൻ വന്നു, ആ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റഡി ചെയ്തു, ഓക്കെ ഇത് സ്ട്രെസ് ആകുന്ന സമയം, ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ നേരിടാൻ വേണ്ടി ശരീരം തയ്യാറാകും. ദാറ്റ് ഈസ് കോൾഡ്, ഫസ്റ്റ് വൺ ഈസ് കോൾഡ് അലാം സ്റ്റേജ്, സെക്കൻഡ് വൺ ഇത് റെസിസ്റ്റൻസ് സ്റ്റേജ്. സോ നമ്മൾ ബോഡിയൊക്കെ തയ്യാറെടുത്തു, നമ്മൾ ഇതിനെ നേരിടാനായിട്ട് നമ്മൾ തയ്യാറാകുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ റെസിസ്റ്റൻസ് സ്റ്റേജ്. ഇല്ല, ഇതെനിക്കില്ല, ഞാനിതിനെ നേരിടുകയാണ്. സോ അലാം സ്റ്റേജ് കഴിഞ്ഞു, ഇതാ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടാൻ നമ്മളെ തയ്യാറെടുത്തു. ദാറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് സ്റ്റേജ്. ഇപ്പം റെസിസ്റ്റൻസ് നമ്മൾ ചെയ്തു, നമ്മളതിനെ നേരിടാനായിട്ട് നമ്മൾ ശ്രമിക്കും, നമുക്ക് നേരിടാൻ പറ്റുന്നില്ല, നമ്മൾ പരാജയം സംഭവിക്കുന്നു എന്നുള്ള കേസിൽ ദാറ്റ് ഈസ് കോൾഡ് തേർഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് കോൾഡ് റെസ്പോൺസ് സ്റ്റേജ്. നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നമ്മൾ ആദ്യം സ്ട്രെസ് വരും നമ്മൾ മനസ്സിലാക്കിയിട്ടും സ്ട്രെസ് വരാതിരിക്കാൻ നമ്മൾ അതിനെ നേരിടാനായിട്ട് നേരിടുക, അതിനെ എന്നിട്ട് നമ്മൾ അടിമയാകുക, എന്നുവെച്ചാൽ എക്സോഷൻ ഉണ്ടാകുക. ഇതിനെയാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം എന്ന് പറയുന്നത്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം 3 സ്റ്റേജാണ്. ഈ 3 സ്റ്റെപ്സും 3 സ്റ്റേജും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഗ്യാസ് ചോദിച്ചാൽ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം ചോദിച്ചത് 3 കൂടെ പറഞ്ഞാലേ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റേജ് അലാം സ്റ്റേജ്, ഇറ്റ്സ് എ വാർണിംഗ് സൈൻ. സെക്കൻഡ് വൺ ഇസ് എ റെസിസ്റ്റൻസ് സ്റ്റേജ്, നമ്മളതിനെ നേരിടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് എക്സോഷൻ, നമ്മൾ റിയാക്ട് നേരിടാൻ പറ്റുന്നില്ല, നമ്മളതിനെ പൊട്ടിത്തെറിച്ചു. ദെൻ നമ്മുടെ കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ തിങ്കിങ് ആകാം, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സംഗതികളാകാം, ആ സിറ്റുവേഷൻ ഡേഞ്ചർ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതാകാം. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രതികരിക്കുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി അപ്രൈസലുണ്ട്. ഇപ്പോൾ പ്രൈമറി അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇസ് എ ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് നമ്മളതിനെ വിലയിരുത്തി. കോഗ്നിഷൻ നമ്മളെ വിലയിരുത്തുന്നത് അങ്ങനെ ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അതായത് പ്രശ്നമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം അല്ലെങ്കിൽ നമ്മളതിനെ ഡേഞ്ചർ അല്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കും. അപ്പം ഫസ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞു, ഒന്നെങ്കിൽ ഒരു സാഹചര്യം വന്നു, ആ സാഹചര്യം നമ്മൾ തീരുമാനമെടുത്തു, ഒന്നെങ്കിൽ ഇത് അപകടകരമാണ് അല്ലെങ്കിൽ അപകടകരമല്ല, ഡേഞ്ചർ ഓർ നോൺ ഡേഞ്ചർ. Or now we are going to take the second step. Second
ലെവലിലാണ്, കോഗ്നേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ആണെങ്കിൽ നമ്മൾ റിസോഴ്സസ് എല്ലാം സഫീഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ നോക്കും. ശരി, ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നേരിടാൻ വേണ്ടി നമുക്ക് എല്ലാവിധ കഴിവുകളും ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ നമ്മൾ അതിനുള്ള ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ വി വിൽ റീഅപ്പിയർ ദ സിറ്റുവേഷൻ, രണ്ടാമതിൻ്റെ വിലയിരുത്തും. അപ്പോൾ ഒന്നും കൂടെ പറയാം, കോഗ്നിറ്റീവ് അപ്രൈസൽ നമ്മുടെ ഹൗ യു പെർസീവിങ് ദ തിങ്സ്, നിങ്ങൾ ഈ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ ചിന്താഗതിയാണ്. ഇപ്പോൾ കോഗ്നേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയെ നമ്മൾ പറയും. ഇവിടെ നമ്മൾ പെർസെപ്ഷനാണ്, ഒരു സാഹചര്യങ്ങളെ എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു. ഇപ്പോൾ പെർസീവ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മൾ ഈ സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ഈ സിറ്റുവേഷൻ നമ്മൾ വിലയിരുത്തുകയാണ്. ഈസ് ഇറ്റ് ഡേഞ്ചർ ഓർ നോൺ ഡേഞ്ചർ? ഇപ്പോൾ ഫസ്റ്റ് അപ്രൈസൽ അതാണ്. ഒരു സിറ്റുവേഷൻ സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അപകടകാരിയാണോ അപകടകാരിയല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപകടകാരിയല്ല എങ്കിൽ നമ്മൾ വിട്ടു, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതല്ല, ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ ഡേഞ്ചർ സിറ്റുവേഷൻ, സോ യു ഹാവ് ദ സ്ട്രെസ്. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ദാറ്റ് ഇസ് അപ്രൈസ് ചെയ്യുക, നമ്മൾ അപ്രൈസ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓവർ. നമ്മൾ അതിനൊരു കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് പാർട്ട് ഇസ് ഓവർ. ഇതാണ് കോഗ്നിറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സൺ എൻവയോൺമെൻറ്റ് ഫിറ്റ് മോഡലാണ്. ഒരു വ്യക്തിയും സാമൂഹികവുമായിട്ട് എങ്ങനെ അയാളെ നമ്മൾ ചേരുന്നു. PE ഫിറ്റ് മോഡൽ എന്നാണ്. PE ഫിറ്റ് മോഡൽ, അതായത് ഏതെങ്കിലും ഉണ്ടായാൽ, സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ പറയുന്നത്, എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാഹചര്യത്തിനനുസരിച്ച് വ്യക്തിയുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് എൻവയോൺമെൻറ്റുമായിട്ട് ചേരുന്നത്. ഒരു എൻവയോൺമെൻറ്റ് വരുമ്പം എൻവയോൺമെൻറ്റുമായിട്ട് ചേരാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്ട്രെസ്. അപ്പം വ്യക്തിയും ചുറ്റുപാടുകളും തമ്മിൽ എങ്ങനെ ചേരുന്നു, ഒരു സ്ട്രെസ് ഉണ്ടായ സ്ട്രെസ്സുമായിട്ട് എങ്ങനെ ചേരാൻ സാധിക്കുന്നു. ഈസ് ഇറ്റ് ദ ഫിറ്റ്, ദാറ്റ് പേഴ്സൺ ഇസ് ഫിറ്റ്, അതിന് ചേരുന്ന ആളാണോ? അങ്ങനെ ചേരുന്ന ആളാണെങ്കിൽ അതിന് സ്ട്രെസ് ഉണ്ടാകില്ല. ഇഫ് ഇസ് നോട്ട് ഏബിൾ ടു ഫിറ്റ് ദ എൻവയോൺമെൻറ്റ്, ദെൻ ദർ ഇസ് സ്ട്രെസ്. ഇതാണ് PE ഫിറ്റ് മോഡൽ എന്ന് പറയുന്നത്. ദെൻ സൈക്കോഡൈനാമിക് തിയറി. സൈക്കോഡൈനാമിക് തിയറി ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് സ്ട്രെസ് ഉണ്ടാകുക. വൺ ഈസ് കോൾഡ് ഹെറിഡിറ്റി ഫാക്ടേഴ്സ്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഡൈനാമിക് തിയറി ഉണ്ടായി. സൈക്കോഡൈനാമിക് തിയറി മനസ്സിനെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ ജനിക്കുന്നതിന് അനുസരിച്ചാണ് നമുക്ക് ഇതിനകത്തുണ്ടാകുന്നത്. അയാളുടെ വളർച്ച, അയാൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ജീവിതത്തിൻ്റെ ശൈലികൾ, അയാൾ മനസ്സിലാക്കി വെച്ച പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പാരമ്പര്യമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നം. പാരമ്പര്യമായിട്ട് ചില ആൾക്കാർ സ്ട്രെസ് ഉണ്ടാകാം. ദെൻ ഡയാലിസിസ് സ്ട്രെസ് മോഡൽ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല, ഒരാൾ ഡയാലിസിസ് സ്ട്രെസ് മോഡൽ ഇത് മാത്രമല്ല, ഹെറിഡിറ്റി മാത്രമല്ല, എൻവയോൺമെൻറ്റും കൂടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകളും പാരമ്പര്യവും കൂടെ വെച്ചിട്ടാണ് ഇയാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സാണ് ഡയാലിസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഒന്നെങ്കിൽ നമ്മൾ അതിനെ നേരിടുക, അല്ലെങ്കിൽ നമ്മളതിനെ ഒളിച്ചോടുക, ഫ്ലൈറ്റ് ചെയ്യുക, പറന്നു പോവുക. ഫ്ലൈറ്റ് പറന്നു പോവുക. പിന്നെ ജനറൽ അഡാപ്റ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ശരീരം ഇതുമായിട്ട് നമുക്ക് ചേരുന്നു. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പം ഇറ്റ്സ് എ അലാം സ്റ്റേജ്, ഇറ്റ്സ് എ വാർണിംഗ് സ്റ്റേജ്. ദാറ്റ് ഇസ് കോൾഡ് അലാം സ്റ്റേജ്. അലാം, ഒരു വാർണിംഗ് കിട്ടി, ഒരു മുൻ അറിവ്, ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഇതാ സ്ട്രെസ് വരുന്നു എന്നുള്ള ഇത് കിട്ടി. ഉടനെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, നമ്മൾ സ്ട്രെസ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പം 3 സ്റ്റേജാണ് ജനറൽ അഡാപ്റ്റേഷൻ. ഇത് ചോദിക്കാറുണ്ട്. ജനറൽ അഡാപ്റ്റേഷൻ സെൻറ്റർ, ദാറ്റ് ഇസ് കോൾഡ് ഗ്യാസ്, GAS. ദെൻ അതാണ് ഉള്ളത്. അപ്പം 3 കമ്പോണൻസ് ഉണ്ട് ജനറൽ അഡാപ്റ്റേഷൻ സെൻറ്ററിനകത്ത് എന്ന് മനസ്സിലാക്കണം.
പിന്നെ കോഗ്നിറ്റീവ് അപ്രൈസൽ മോഡൽ, നമ്മൾ എങ്ങനെ ഒരു സംഗതിയെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളെങ്ങനെ വിലയിരുത്തുന്നു, ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു. സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് അപ്രൈസൽ നമ്മൾ കൊടുക്കണം. നമ്മളിത് കാണുമ്പം നോക്കൂ, സിറ്റുവേഷൻ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സ്ട്രെസ് ഇത് ഡേഞ്ചർ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വെക്കുക. അപ്പം ഡേഞ്ചർ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടായി, അതിനെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമ്മളുണ്ടായി, ദെൻ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ്. അതല്ല, സ്ട്രെസ് ഇല്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ പെർസീവ് നമ്മൾ അപ്രൈസ് ചെയ്ത് കോഗ്നിറ്റീവ് നമ്മുടെ തോട്ട് ചിന്താഗതി എങ്ങനെയാണോ, നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓവർ. ദെൻ പേഴ്സൺ എൻവോൺമെൻറ്റ് ഫിറ്റ് മോഡൽ. ചില വ്യക്തികൾ ആ സാഹചര്യവുമായിട്ട് ചേരാൻ അല്ലെങ്കിൽ അതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ കഴിവുകളുണ്ടാകും. പേഴ്സൺ എൻവോൺമെൻറ്റ് ഫിറ്റ്, ആ സാഹചര്യത്തിന് എങ്ങനെ ചേരും. പിന്നെ സൈക്കോഡൈനാമിക്സ് തിയറി, ഒരാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച്, അയാളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളനുസരിച്ച്, അയാൾ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യങ്ങളനുസരിച്ച്, അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സൈക്കോഡൈനാമിക് തിയറി എന്ന് പറയുന്നത്. മെയിൻലി സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെയാണ് സൈക്കോഡൈനാമിക് തിയറിയുടെ ആൾക്കാർ. ജെനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ നമുക്ക് ജെനറ്റിക്കലായിട്ടുള്ളത്, ജെനറ്റിക് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടി. അച്ഛൻ വീട്ടിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുന്ന ആളാണ്, അല്ല അമ്മ സ്ട്രെസ് ഉണ്ടാകുന്ന, സഹോദരന്മാരുണ്ടാകുന്നതാണ്. മെയിൻലി അച്ഛനും അമ്മയും കുടുംബത്തെയാണ് നമ്മൾ ജെനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഡയത്തീസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നത് ഇത് എൻവോൺമെൻറ്റോ ഹെറിഡിറ്റിയും മാത്രമല്ല, ഒറ്റയ്ക്കല്ല, ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരെണ്ണമാണ് ഒരാളെ സ്ട്രെസ്സിനെ അളക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട്, എന്തൊക്കെയാണ് നമുക്ക് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നത്, പ്രോൺനെസ്, അതായത് എന്തൊക്കെയാണ് നിലനിൽക്കുന്നത്. ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ഇത് യങ് ചെയ്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്നുള്ളത് അങ്ങനെ വെച്ചാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. അപ്പോൾ ടൈപ്പ് എയും ബിയും എന്ന രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണെന്നുള്ളത്. ഒന്ന്, ഇവർ കൂടുതലും ടൈപ്പ് ഇൻട്രോവേർട്ട്സ് ആയിരിക്കാം, അവരങ്ങനെ ആൾക്കാരുമായിട്ട് അതിങ്ങനെ അധികം ചേരാത്തതായിരിക്കാം, അവരവരുടെ ലോകത്ത് ജീവിക്കുകയായിരിക്കാം, അവരുടേതായ മാത്രം ചില കാര്യങ്ങളുണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരു ടൈപ്പ് എന്ന് പറയും. സോ ദേ ഹാവ് എ പ്രോബ്ലം. ദെൻ സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റി, നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടാകാതിരിക്കും, ഇങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്. അപ്പം നമുക്ക് സ്റ്റാറ്റസ് ഇൻസെക്യൂർ, നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് സെക്യൂർഡ് ആകാം, നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം, നമ്മൾ അങ്ങനെ അല്ലാതിരിക്കുന്ന സാഹചര്യം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ടൈപ്പ് എ പേഴ്സണാലിറ്റി, ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു പ്രോൺനെസ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ടൈപ്പ് എ പേഴ്സണാലിറ്റിയാണ്. ഒന്ന് വളരെ ആയിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അധികം ഇടപെടാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. പിന്നെ സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റി, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് നമുക്ക് ഇൻസെക്യൂർഡ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകും. പിന്നെ അർജൻസി ഓഫ് ടൈം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വരും. ഒരു സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ ഇതിനുള്ളിൽ ഇത് തീർക്കണമെന്ന് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അർജൻസി വന്ന് ഒരു കാര്യം കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ല പിന്നെയും ചെയ്യാൻ പറഞ്ഞാൽ, ചെയ്യുന്ന ജോലി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അർജൻസി ഓഫ് ടൈം. ദെൻ ഹൈപ്പർ അഗ്രസീവ്നെസ്, കൂടുതൽ ഹൈപ്പർ അഗ്രസീവ് ആകുന്ന ആൾക്കാർക്ക് അവർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധനങ്ങൾ ഉണ്ട്. പിന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി, എന്തെങ്കിലും ഒഴിവാകുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ടാകാം. വെൻ ഡ്രൈ ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ, നമുക്ക് നമ്മളെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ സ്വഭാവം നമുക്ക്. പിന്നെ ഹോസ്റ്റിലിറ്റി, നമുക്ക് ഒഴിഞ്ഞു പോകുക. ദെൻ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള, എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്ഷനായിട്ട് നമ്മൾ നടത്തണം, ഇത്ര സമയത്തിനുള്ളിൽ ഇന്നതിനുള്ളിൽ ഇത്ര ഏറ്റവും ഹയസ്റ്റ് പെർഫെക്ഷൻ നമ്മൾ നടത്തണം, അങ്ങനെ ഉണ്ടാകാം. ചിലപ്പോൾ ഒന്നെങ്കിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഇത് വന്നെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ന് തോന്നുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ പെസിമിസം ലേൺ ചെയ്യുക. ഇങ്ങനെ കുറേ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പെസിമിസത്തിന് നമ്മൾ ഒന്നും ശരിയാകുകയില്ല, വളരെ നെഗറ്റീവ് തോട്ട്സിലേക്ക് തന്നെ വരാം. പിന്നെ പേഴ്സണലൈസേഷൻ, നമ്മളിലേക്ക് തന്നെ നമ്മളത് കൊണ്ട് പെർമനൻസി എന്ന് വെച്ചാൽ ചിലത് അങ്ങനെ തന്നെ ആയിരിക്കും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള രീതി നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പെർവാസീവ്നെസ്, നമുക്ക് വേറൊന്നിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത് വരാം.
നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സാധനം കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. പിന്നെ അപ്രോച്ച് കോൺഫ്ലിക്ട്സ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് എഴുതുമ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും കൂടെ നമ്മൾ എങ്ങനെ നമുക്ക് കോൺഫ്ലിക്റ്റിനെ നമുക്ക് ഓവർകം ചെയ്യാം. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് നമ്മൾ ഓവർകം ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് അവോയ്ഡൻസ് ആക്കാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഡിസ്കഷൻസ് ആക്കാം. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാകാം. പിന്നെ നെഗോസിയേഷൻ ആകാം, വിട്ടുവീഴ്ചകളാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ ഏതാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നെഗോസിയേഷൻസ് വേണമെങ്കിൽ ആകാം. ദെൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ, വേറെ ആരുടെ ഒപ്പീനിയൻ നമുക്ക് സ്വീകരിക്കാം. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക, ഒരു എക്സ്പേർട്ടിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യുന്ന അവോയ്ഡൻസ്, ഒഴിവാക്കുക, സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ കോംപ്രമൈസ്, ശരി ഞാനൊരു വിട്ടുവീഴ്ച ചെയ്തേക്കാം, അല്ലെങ്കിൽ അയാളൊരു വിട്ടുവീഴ്ച, ദാറ്റ് കോംപ്രമൈസ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എഴുതുമ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും കൂടെ, ഹൗ ടു റിസോൾവ് കോൺഫ്ലിക്റ്റും കൊണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ദെൻ എങ്ങനെ നമുക്കിത് മെഷർമെൻറ്റ് ചെയ്യാം, ഫിസിയോളജിക്കൽ മെഷേഴ്സ്, എങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ചുള്ള, പ്രഷറിൻ്റെ ചേഞ്ചുകളെ കുറിച്ചുള്ള, സെറ്റിങ്ങിനുള്ള ബ്ലഡ് ഷുഗർ കൂടുന്നതനുസരിച്ച്, BP കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ റിയാക്ഷൻസ് അനുസരിച്ച് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫിസിയോളജിക്കൽ ടെസ്റ്റ് മുഖാന്തരം നമുക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, ധാരാളം സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രെസ്സിനെ അനലൈസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെക്ക് ലിസ്റ്റ്, ഒരു നീണ്ട ചെക്ക്, എന്തൊക്കെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കും. ദെൻ ഇൻ്റർവ്യൂ, മുഖാമുഖം, നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിലൂടെ നമ്മൾ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഉണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ടാണ് അൺസ്ട്രക്ചേർഡ്, രണ്ടും അതിൻ്റെ മെറിറ്റ്സ് ഉണ്ട്. നമ്മൾ അയാളുടെ ഇൻ്റർവ്യൂ കൂടെ നമ്മൾ അയാളെ, അല്ലെങ്കിൽ മുഖാമുഖത്ത് നമ്മൾ കണ്ടിട്ട് അയാളുടെ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ അളക്കുക. ദെൻ മോഡൽസ് ഓഫ് സ്ട്രെസ് പല മോഡൽസാണ്. ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ സ്ട്രെസ് വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഫൈറ്റ് ചെയ്യാം, അതുമായിട്ട് നമ്മൾ വഴക്കടിക്കുക. ഫൈറ്റ് എന്ന് വെച്ചാൽ ഇടിച്ച് നിൽക്കുക എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കുന്നതാണ്. അവിടെ നമ്മളതിനെ നേരിടാനായിട്ട് മാനസികമായിട്ട് ശരീരമായിട്ട് തയ്യാറെടുക്കണം, ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാം, നമ്മൾ അതിൽ നിന്ന് ഒഴിവായി പോവാം, ഒളിച്ചോടി പോവുക. അപ്പം ഫൈറ്റാകും, ഫ്ലൈറ്റാകും. അപ്പം ഏതാണ് എന്നുള്ളത് നമ്മളതിൻ്റെ മോഡൽ. പിന്നെ ദെൻ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന സംഗതി ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രത്തിന് 3 കമ്പോണൻ്റ് ആണുള്ളത്. ഒന്ന് അലാം സ്റ്റേജ്, ദാറ്റ് ഇസ് കോൾഡ് ദ വാർണിംഗ് സ്റ്റേജ് ഓർ അലാം സ്റ്റേജ്. തരിക, അതേ സ്ട്രെസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വാർണിംഗ് തരിക. ദ നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് റെസിസ്റ്റൻസ് സ്റ്റേജ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു റെസിസ്റ്റ്. അതങ്ങനെയൊന്നും അല്ല, നമ്മൾ അതിനെ നേരിടാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ, എക്സോഷൻ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സോഷൻ നമ്മൾ പൊട്ടിത്തെറിക്കുക, പ്രതികരിക്കുക. ദെൻ കോഗ്നേറ്റീവ് അപ്രൈസൽ മോഡ്, വളരെ നമ്മൾ സാധാരണ നമ്മൾ ഇത് തന്നെ എപ്പോഴും ചെയ്യുന്നത്. നമ്മളൊരു സാഹചര്യം കാണുമ്പോൾ ഈ സാഹചര്യം നമുക്ക് സ്ട്രെസ് ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പെർസീവ് ചെയ്യുക. ആ കോഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തിങ്കിങ് ആകാം, നിങ്ങളുടെ ലേണിംഗ് ആകാം, നിങ്ങളുടെ ഇൻ്റലിജൻസ്. കോഗ്നേഷൻ അത് ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ കോഗ്നേഷൻ എങ്ങനെ ചെയ്യുന്നത്. അപ്പം കാണുമ്പം ഇത് നമുക്ക് തോന്നുക ഇത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് നമുക്ക് തോന്നുക, ഓർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ല എന്ന് നമുക്ക് തോന്നും. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നുമില്ല. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഉടനെ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് മാറ്റങ്ങളുണ്ടാകും. ദെൻ യു ഗോയിങ് ടു അതിനായിട്ട് കോപ്പി ചെയ്ത് നമുക്ക് മുമ്പോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇനി അതല്ല, നമ്മളൊരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പെർസെപ്ഷൻ പാത്രം. അതേസമയം ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഇത് വരുന്നതെന്ന് നമ്മൾ വരുന്നതെന്ന് നോക്കി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കൊണ്ട് നമ്മുടെ എൻഡോക്രൈൻ നെർവസ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ
ഹൈപ്പോതാലമസിൽ വന്ന് ചെയ്യുന്നു. ദെൻ യു ആർ അനലൈസിങ് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നു. പേഴ്സൺ ഫിറ്റ്, എൻവോൺമെൻറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യം കൊണ്ടാകുമ്പം ചില വ്യക്തികളുടെ കഴിവനുസരിച്ച് അവർക്ക് ആ സാഹചര്യവുമായിട്ട് ചേർന്ന് പോകാനായിട്ട് നമുക്ക് പറ്റും. ആ സാധനത്താണ് പേഴ്സൺ എൻവോൺമെൻറ്റ്, ചുറ്റുപാടുകളുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റും. പേഴ്സൺ എൻവോൺമെൻറ്റ് ഫിറ്റ് മോഡൽ നമ്മൾ പറയുന്നത്. ദെൻ സൈക്കോഡൈനാമിക്, ദാറ്റ് ഈസ് ഫ്രോയിഡിയൻ സിദ്ധാന്തം. സൈക്കോഡൈനാമിക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി വളരെ ഫേമസ് ആണ്. അതിനകത്ത് പേഴ്സണാലിറ്റി, ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഡ് എന്ന് പറയുന്നത് അവർ പറയുന്നത് പ്രിമിറ്റീവ് ബിഹേവിയർ ഓഫ് എ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രിമിറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മവാസനകൾ. അപ്പം ഇത് കൂടുതലും നമ്മൾ പ്ലഷറിനെ കുറിച്ച്, പ്ലഷർ തിയറി അദ്ദേഹം പറയുന്നത്, പ്ലഷർ തിയറി. കാരണം കൂടുതൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കാര്യങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതലും സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇഡെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്നാണ് പറയുന്നത്. സന്തോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സുഖം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഈഗോ ആണ്. ഫോളോയിങ് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളെയും നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നാണ് അതിന് പറയുന്നത്. അതേസമയം നമുക്ക് ഇഡിലും സൂപ്പർ ഈഗോയിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീൻ വി ആർ ലിവിങ് ഇൻ ഈഗോ. ഇത് രണ്ടിനെ ഒരു മീഡിയേറ്ററാണ്. ആ ഈഗോ എന്ന് പറയുന്നത് മോർ റിയലിസ്റ്റിക് ആണ്. ഇതിനെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി പിന്നെ ഫ്രോയിഡ് മനസ്സിനെ മൂന്നായിട്ട് തിരിഞ്ഞ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് എല്ലാവിധ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. കോൺഷ്യസ് മൈൻഡ് നടക്കാതെ പോയ കാര്യങ്ങൾ സബ് കോൺഷ്യസിലേക്ക് പോകും. പതുക്കെ കാലം ചെല്ലുമ്പോൾ സബ് കോൺഷ്യസിൽ നിന്ന് അത് അൺകോൺഷ്യസിലേക്ക് പോകും. അപ്പം ഇത് മൂന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കാം. ദെൻ ജെനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പാരമ്പര്യമായിട്ട് അത് കുടുംബപരമായിട്ട് നമുക്ക് ആങ്സൈറ്റിക്ക് ഉള്ളതാണ്. നമുക്ക് ആങ്സൈറ്റി വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ ഡയാത്തിസിസ് സ്ട്രെസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻവോൺമെൻറ്റ് മാത്രമല്ല, ഹെറിഡിറ്റി മാത്രമല്ല, രണ്ടും കൂടെ കൂടി നിൽക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പ്രൊണൗൺസ്, എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നമ്മൾക്ക് എടുക്കേണ്ട കാര്യമാണത്. അത് അടുത്ത ക്ലാസ്സിൽ വളരെ കാര്യമായിട്ട് വരാം. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സാഹചര്യത്തോട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതികരണമാണ്. റിയാക്ഷൻ ടുവേഴ്സ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ, അൺസ്ട്രക്ചേർഡ് ബിഹേവിയർ, റിയാക്ഷൻ ടുവേഴ്സ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ബൈ യുവർ ബോഡി. ഒരു സാഹചര്യത്തിന് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ പ്രവൃത്തിയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ ശരീരത്തിൻ്റെ റിയാക്ഷൻ, പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് കുറേ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യും. അത് യൂട്രസ് എന്ന് പറയും, EUSTRES, യൂട്രസ്. ദെൻ നെഗറ്റീവായിട്ടുള്ള ന്യൂട്രലായിട്ടുണ്ടുണ്ട് ന്യൂട്രസ്, ഒന്നും സംഭവിക്കാതെ, അത് വന്നുകൊണ്ട് ഒരു കുഴപ്പം കൂടുതൽ ഒന്നും ഉണ്ടാകുന്നത്. ഡിസ്ട്രെസ് ആണ്, അത് പല രീതി, അത് ചിലപ്പം ദോഷം ചെയ്യാം, ചിലപ്പോൾ ചെയ്യാം. അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന, ശരീരത്തിന് ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് ഡിസ്ട്രെസ്. ദെൻ പിന്നെ ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്, ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. ഒന്ന് സാഹചര്യത്തിൽ സ്ട്രെസ് കൂടി നിൽക്കുക, സ്ട്രെസ് കുറഞ്ഞ് നിൽക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള സ്ട്രെസ് ഉണ്ടാകും, ആവശ്യത്തിൽ കുറഞ്ഞുള്ള സ്ട്രെസ് ആകും. ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ സ്ട്രെസ് ആൻഡ് ഹൈപ്പർ സ്ട്രെസ്. പിന്നെ ഒരേ സാഹചര്യങ്ങൾ തന്നെ ഒരു മനുഷ്യന് ഒരു സാഹചര്യം തന്നെ ഒരു സമയത്ത് സ്ട്രെസ് ആകാം, ഒരു സമയത്ത് സ്ട്രെസ് ആകണമെന്നില്ല. ഒരേ സാഹചര്യം തന്നെ രണ്ട് വ്യക്തികൾക്ക്, ഒരാൾക്ക് സ്ട്രെസ് ആകാം, ഒരാൾക്ക് സ്ട്രെസ് ആകണമെന്ന് നിർബന്ധമില്ല. പിന്നെ സ്ട്രെസ്സിനകത്ത് എന്തൊക്കെ കാരണം, ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ഡെയിലി ഹാസിൽസ്, ഓരോ ദിവസങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾ, പ്രഷർ ഉണ്ടാക്കാം, അവൻ്റെ തിങ്കിങ് ഉണ്ടാക്കാം. എന്തൊക്കെയാണ് ഇതുണ്ടാക്കാനുള്ള നമ്മൾ അൺഎക്സ്പെക്റ്റഡ് തിങ് ആകാം, ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സ്ട്രെസ്സിൻ്റെ BPSCയുടെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ്. അടുത്ത ക്ലാസ് നമ്മൾ തിങ്കളാഴ്ച കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വിഷ് യു എവരിബഡി എ ഹാപ്പി ഈസ്റ്റർ.